അസ്സലാമു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് കണ്ടില്ലേ, ഞാനൊരു മാംഗോ ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം എന്നാൽ പെട്ടെന്നൊന്ന് വീഡിയോ കണ്ടിട്ട് വായിട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഫസ്റ്റ് വേണ്ടത് മാംഗോ ആണ്. മാംഗോ പ്യൂരി ആക്കി എടുക്കാൻ വേണ്ടത്. മാംഗോ ആവശ്യത്തിനുള്ള ഷുഗറും ഇട്ടിട്ട് ഒന്ന് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതിൽ കണ്ടൻസ് മിൽക്ക് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഷുഗർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് മാംഗോയുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. നെക്സ്റ്റ് വേണ്ടത് ജലാറ്റിനാണ്. 2 ടീസ്പൂൺ ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസിന് വേണ്ടിയിട്ട് ഇനി ബിസ്ക്കറ്റാണ് ആവശ്യമുള്ളത്. ലോട്ടസിൻ്റെ ബിസ്ക്കറ്റാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഞാൻ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിൽ എടുക്കുക. ഒരു 125 ഗ്രാമിൻ്റെ പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ട്. അതിൽക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഒഴിച്ചിട്ട്, അൺസാൾട്ടഡ് ബട്ടറാണ്, അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ പറയണത് വെച്ചാൽ ഒരു 20 സെൻറ്റിമീറ്റർ ഉള്ള സ്പ്രിംഗ് ഫോം പെന്നിൻ്റെ മെഷർമെൻ്റ് ആണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറക്റ്റാണ് ഇപ്പോൾ ഞാൻ എല്ലതും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് നമുക്ക് അടിയിലൊന്ന് നന്നായിട്ട് ലെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്തുണ്ടെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു 30 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, ഒന്ന് സെറ്റാവാൻ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 300 ml വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക നന്നായിട്ട്. അപ്പോൾ ഇത് വിപ്പിംഗ് ക്രീം തന്നെ വേണമെന്നില്ല, ഹെവി ക്രീമായിട്ടും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക ഫസ്റ്റ്. നെക്സ്റ്റ് ആവശ്യമുള്ളത് ക്രീം ചീസാണ്. ഒരു 300 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഹോം മെയ്ഡ് ക്രീം ചീസും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്മൂത്ത് ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ആവശ്യമുള്ളത് പൗഡർഡ് ഷുഗറാണ്. അത് ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഈ ചീസിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി ഷുഗർ ഉള്ളതാണ്, അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ഷുഗർ ആഡ് ചെയ്യാൻ. അപ്പോൾ ഈ മിക്സ് നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുക. പിന്നെ നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിനൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതും ഈ മിക്സിലേക്ക് ആഡ് ചെയ്യുക. അതേ ഫുൾ ആഡ് ചെയ്യണില്ല, ഹാഫ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചുള്ള മാംഗോ പ്യൂരി ഇതിലേക്ക് 1/2 എടുത്തിട്ടുണ്ട്, 1/2 ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്യുക. നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബേസ് ഒന്ന് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു 20 സെൻറ്റിമീറ്റർ പാനിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിത് കറക്റ്റ് മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. നമുക്ക് ഈ ഒരു പാൻ തന്നെ വേണമെന്നില്ല, നമുക്കൊരു പുഡിംഗ് ട്രേയിലോ ഡെസേർട്ട് ബൗളിലോ എന്ത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഡെസേർട്ട് ബൗളിലൊക്കെ ആകുമ്പോൾ നമുക്ക് ജലാറ്റിൻ ആഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്തതായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ജലാറ്റിനും മാംഗോ പ്യൂരിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1 hour കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഇതൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം.
അടുത്തത് ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും ഇട്ട് ഡെക്കറേറ്റ് ചെയ്താൽ മതി. അത് നമ്മളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ 4 അവർ നമ്മൾ ഫ്രിഡ്ജിൽ ഇതൊന്ന് സെറ്റാവാൻ വെക്കണം. അപ്പോൾ പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 1 അവറിൽ നമുക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ വെക്കുന്നത് ഫ്രിഡ്ജിലാണ്. ഒരു 4 അവറിന് ശേഷം ഞാൻ അതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മാംഗോ വെച്ചിട്ടുണ്ടല്ല, നമുക്ക് വേറെ ഏത് ഫ്രൂട്ട് കഴിച്ചാലും ചെയ്യാം. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനും മടിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ അതുവരെ ബൈ.